അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ ശരിക്കും മുസ്ലിം സമുദായത്തിനിടയിൽ ജാതി വ്യവസ്ഥകളില്ല എന്നുള്ളതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ മദ്ഹബുകൾ കണക്കാക്കി പോകുന്നവരാണ്. സമസ്തയുടെ തീരുമാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമായിരുന്നു. ഈ മതരാഷ്ട്രവാദത്തെ മുൻനിർത്തി ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ അതൊരു ശരിക്കും രാജ്യവിരുദ്ധതയാണ്. SDPയെ സംബന്ധിച്ചിടത്തോളം SDP ഒരു മുസ്ലിം സമുദായത്തെ കണക്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നുള്ളതാണ്. നസർ മദനിയുടെ തീരുമാനത്തിനാണ് അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നമസ്കാരം ഷാഫി. നമ്മൾ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകാറുണ്ട്. പലപ്പോഴും നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു വലിയ ചോദ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്, ഈ ഹൈന്ദവ സമൂഹത്തിന് ഇടയിലുള്ള ജാതി സമവാക്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയിലെ സഭാ വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിന് അകത്തുള്ള ഒരു ജാതി വ്യവസ്ഥ അതെന്താണ് എന്നുള്ളൊരു ധാരണക്കുറവ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ മുസ്ലിം സമുദായത്തിൽ ഈ എന്താ പറയുക, ഇപ്പോൾ സുന്നി വിഭാഗമുണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ജാതി ഘടന, എന്താണ് മുസ്ലിം സമുദായത്തിനകത്ത്? മുസ്ലിം സമുദായത്തിൻ്റെ ജാതി വ്യവസ്ഥ എന്നുള്ളത് സംഗതിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ ശരിക്കും മുസ്ലിം സമുദായത്തിനിടയിൽ ജാതി വ്യവസ്ഥകളില്ല എന്നുള്ളതാണ്. ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ മദ്ഹബുകൾ കണക്കാക്കി പോകുന്നവരാണ്. ഇപ്പോൾ ഷാഫി, ഹനഫി, ഹംബലി അങ്ങനെ 3 മദ്ഹബുകളാണ് യഥാർത്ഥത്തിൽ ഫോളോ ചെയ്തു പോകുന്നത്. അതിലേതെങ്കിലും ഒരു മദ്ഹബിൻ്റെ ഭാഗമാകാം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് മറ്റ് ജാതി വ്യവസ്ഥകൾ ഇല്ല എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏകദേശം 4 വിഭാഗങ്ങളാണ് കേരളത്തിൽ പ്രബലരായിട്ട് നിൽക്കുന്നത്. അതിലൊന്ന് AP സമസ്തയാണ്. AP എന്ന് പറഞ്ഞാൽ AP അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരത്തിൻ്റെ പാർട്ടി. മറ്റൊന്ന് ഹക്കീം അസ്ഹരിക്ക് നേതൃത്വം നിൽക്കുന്ന EK സമസ്ത. പിന്നെ വരുന്നത് മുജാഹിദാണ്. മുജാഹിദ് വിഭാഗങ്ങളും കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ അവരാണ് വിസ്ഡം ഒക്കെ നേതൃത്വം നൽകുന്നത്. പിന്നെയുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ സംഘടനാ സമവാക്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 70-ലധികം വിഭാഗങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടതുണ്ട്. പക്ഷേ കേരളത്തിലെ വിഷയങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തെക്കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത്. സമസ്തയിൽ തന്നെ ആദ്യം സമസ്ത 2 വിഭാഗങ്ങളും ഒന്നായിരുന്നു. പിന്നീട് മുഷാവറ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷമാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഒരു വിഭാഗവും EKയുടെ കൂടെ മറ്റൊരു വിഭാഗവും പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിലും പല രീതിയിലുള്ള സംഘടനകളുണ്ട്. ഈ സമസ്ത എന്ന് പറയുന്നത് സംഘടനയാണോ, എന്താണത്? സമസ്ത എന്ന് പറയുന്നത് സംഘടനയാണ്. അതൊരു വിഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല, ഒരു സംഘടനയാണ്. ക്രിസ്ത്യാനികൾക്കിടയിൽ ജാക്കോബിറ്റ് സഭയുണ്ട്, കത്തോലിക്ക സഭയുണ്ട്, ലാറ്റിൻ, ഇങ്ങനെയൊക്കെയുള്ള വേർതിരിവുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സമസ്തയിലുള്ള ഈ വേർതിരിവ് വരുന്നത്. സമസ്തയിലുള്ള വേർതിരിവ് അങ്ങനെയല്ല. സമസ്ത അതായത് അവരെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അതായത് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു വ്യക്തിയുടെ തീരുമാനത്തിൽ അധിഷ്ഠിതമായിട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും. ആ രീതിയിൽ പോകുന്ന ആളുകളാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അവർക്കൊരു കേഡർഷിപ്പ് ഉണ്ട്. അവര് അടിസ്ഥാനപരമായിട്ട് താഴെ തട്ടിൽ നിന്നുള്ള ആളുകളുടെ തീരുമാനത്തേക്ക് കുറച്ചും കൂടി ഒരു പ്രാധാന്യം നൽകി പോകുന്നൊരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. EK സമസ്തയും ഏതാണ്ട് അതേ ഒരു മാതൃകയിൽ തന്നെ പോകുന്നതാണ്. എന്നാൽ സമസ്തയുടെ തീരുമാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഈ സംഘടനകൾക്കെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യമുണ്ട്. കാരണം AP സമസ്ത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോട് അനുകൂലമായിട്ട് നിൽക്കുന്ന നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടനയാണ്. മറുഭാഗത്ത് EK സമസ്ത അത് മുസ്ലിം ലീഗിനോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഒരു UDF മൈൻഡിലോട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമായിരുന്നു. ഈ മതരാഷ്ട്രവാദത്തെ മുൻനിർത്തി ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ അതൊരു ശരിക്കും രാജ്യവിരുദ്ധതയാണ്. പക്ഷെ ആ ഒരു നിലപാടുകളിൽ നിന്നെല്ലാം ജമാഅത്തെ ഇസ്ലാമി മാറി. മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ എന്ന് പറയുന്നത് സിനിമ കാണാൻ പാടില്ല, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ സർക്കാർ ജോലികളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു മുൻകാലങ്ങളിലുള്ള നിലപാടെങ്കിൽ ഇന്ന് അവർ ആ നിലപാടുകളിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരിപ്പോൾ നിലവിൽ അവരുടെ ആളുകൾക്ക് സർക്കാർ ജോലികളിലേക്ക് കൂടുതൽ എൻട്രി കൊടുക്കുന്നു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഒരു ന്യൂസ് ചാനൽ തന്നെ കേരളത്തിൽ നടത്തുന്നുണ്ട്. മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമി തന്നെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ, അർഷക്കിനെ പോലെയുള്ള ആളുകളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രൊഡക്റ്റുകളാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒക്കെ സിനിമാ മേഖലയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി പുരോഗമനത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു, പുരോഗമന ചിന്തകളിലേക്ക് വന്നിട്ടുണ്ട്, അതിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് അവരുടെ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ അത് വെച്ചിട്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ഏറ്റവും കൂടുതൽ അവരെ കടന്നാക്രമിക്കുന്നത്. പക്ഷെ ആ നിലപാടുകളിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. AP സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു സംഗതിയാണ് സ്ത്രീകൾക്ക് സ്റ്റേജിൽ കയറാൻ കഴിയില്ല എന്നുള്ളത് ഒരു സംഗതി. സ്ത്രീകൾ സ്റ്റേജിൽ കയറാതെ ഇപ്പൊ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു പെൺകുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ പിതാവിനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് സമ്മാനം കൊടുത്തത് അത് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് സ്ത്രീകളെ കുറച്ച് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു മൈൻഡ് കാണുന്ന ആളുകളാണ്. പിന്നെ എന്ന് പറഞ്ഞാല് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള ഒരുപാട് ഈ തെറ്റായ ചിന്താഗതികളുണ്ട്, ആഭിചാരം പോലെയുള്ള, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ സംഗതികളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് തീവ്രമായിട്ടുള്ള വിശ്വാസം മുതലെടുപ്പ് നടക്കുന്നത് അത് ഇവർക്കിടയിൽ തന്നെയുള്ളതാണ്, ഈ സമസ്തക്കിടയിൽ തന്നെയുള്ള ഒരു സംഗതിയാണ്. അതായത് വിശ്വാസം വിറ്റ് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസികളാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴും അതിന്റെ അകത്ത് തന്നെ മറ്റുള്ള ആളുകൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ CM മടവൂർ, അദ്ദേഹം ഒരു വലിയൊരു മഹാനായിട്ടുള്ള, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഖബറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരാധനകൾ നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വൈഡായിട്ട് ഒരുപാട് വിഭാഗങ്ങൾ ഇതിന്റെ അകത്ത് തന്നെ, അതായത് ജാതി സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് വിശ്വാസത്തെ വിറ്റ് ജീവിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. ആൾദൈവങ്ങളെ പോലെയുള്ള ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ട്. ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒക്കെ ഒരു സ്ട്രെങ്ത് എന്താണ് കേരളത്തിൽ? AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും കൂടുതൽ ബേസ് ചെയ്തിരിക്കുന്നത് മലപ്പുറം ആണ്. അദ്ദേഹത്തിന് മർക്കസ് നോളജ് സിറ്റി പോലെയുള്ള ഒരു സ്ഥാപനമൊക്കെ അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ട് ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ മലബാർ സൈഡിൽ മലപ്പുറം ജില്ലയിൽ ചെറിയൊരു മേഖലയിലേക്ക് ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ രാഷ്ട്രീയം ചുരുങ്ങുന്നുണ്ട്. എന്നാൽ നമ്മൾ അങ്ങോട്ട് കോഴിക്കോട് സൈഡിലേക്ക് പോകുമ്പോൾ ആ സൈഡിൽ കുറച്ചുകൂടി AP അബൂബക്കർ മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനും കുറച്ചും കൂടി പ്രാധാന്യമുണ്ട്. മലപ്പുറം ജില്ലയിൽ EK സമസ്തയ്ക്കാണ് കുറച്ചും കൂടെ ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. AP അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനങ്ങൾ നിൽക്കുന്നതും മലപ്പുറത്താണെങ്കിലും അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിൽ കാര്യമായിട്ടുള്ള ഒരു സ്വാധീനമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് സമസ്തയുടെ ഒരു 100ാം വാർഷികത്തോടനുബന്ധിച്ച് വലിയൊരു സമ്മേളനം നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലാണ് AP സമസ്തയുടെ ഒരു വേരോട്ടവും സ്വാധീനവും എന്നുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മധ്യ കേരളം പിന്നിടുമ്പോൾ ഏകദേശം എറണാകുളം ഈ ഒരു സൈഡിൽ കുറച്ചും കൂടി അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങൾ എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. EK സമസ്ത വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു സ്വാധീന വലയം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതലായിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ താനൂര് മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് EK സമസ്തയുടെ ഒരു സ്വാധീന മേഖല എന്നുള്ളതാണ്. പിന്നെ ഈ പാണക്കാട് തങ്ങൾമാരുടെ ഒരു പ്രാധാന്യം എന്താണ് ഇതിലെ മുസ്ലിം സമുദായത്തിന് ഇടയിൽ? തങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചക പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവർക്ക് പ്രവാചകനോളം വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷേ എന്നാലും പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട, അതായത് സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലാണ്. പിന്നെ ഈ പാണക്കാട് തങ്ങന്മാരെടുക്കുന്ന തീരുമാനങ്ങളോട് പലതിനോടും എനിക്ക് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും വിയോജിപ്പുകളുണ്ട്. കാരണം മുസ്ലിം സമുദായത്തെ പിന്നോട്ടടിപ്പിക്കുന്ന പല കാര്യങ്ങളും, അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പലതും ഇവർ സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് ഇവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാണക്കാട് തങ്ങളായിട്ടുള്ള സാദിഖ് തങ്ങൾ, അദ്ദേഹം 1000ഓളം മഹല്ലുകളുടെ ഒരു ഖാദിയാണ്. അപ്പൊ അതായത് 1000 മഹല്ലുകൾ കൂടുന്ന ആ ഒരു സംവിധാനത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹം വളരെ ഉയർന്നൊരു തീരുമാനങ്ങൾ എടുക്കാനും, അദ്ദേഹം ഒരു തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ തട്ടിലുള്ള 1000 മഹല്ലുകൾ, ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് കോട്ടയം ജില്ലയിലെ താഴത്തങ്ങാടി ജുമാ മസ്ജിദിന് കീഴിലുള്ള ഒരു മഹല്ലിലാണ്. ഞങ്ങളുടെ മഹല്ലിന് കീഴിൽ തന്നെ ഏകദേശം 12ലധികം പള്ളികളുണ്ട്. 12ലധികം പള്ളികളിൽ ഞാൻ കോട്ടയം ജില്ലയിലെ നമ്മുടെ ഇല്ലിക്കൽ അറുപറ ബദർ ജുമാ മസ്ജിദിന്റെ കീഴിൽ വരുന്നതാണ്. ഞങ്ങളുടെ മേഖലയിൽ തന്നെ ഏകദേശം 102ഓളം കുടുംബങ്ങൾ ഞങ്ങളുടെ പള്ളിയിലുണ്ട്. അതുപോലെ തന്നെ 12ഓളം പള്ളികൾ കൂടുന്ന ഒരു വലിയൊരു മഹല്ലിന്റെ കീഴിലാണുള്ളത്. അതുപോലെ 1000 മഹല്ലുകൾ കൂടുന്ന സംവിധാനത്തിന്റെ ഖാദിയായിട്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ പാണക്കാട് തങ്ങന്മാർ ഇപ്പോൾ പണ്ട് മുസ്ലിം സമുദായം അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് പകരം തികച്ചും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമുദായത്തെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ തോന്നുന്നത്. ഈ മുസ്ലിം ലീഗിനെ കൂടാതെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന 2-3 പൊളിറ്റിക്കൽ പാർട്ടി കൂടിയുണ്ട്. അതൊന്ന് SDPI സംബന്ധിച്ചിടത്തോളം SDP ഒരു മുസ്ലിം സമുദായത്തെ കണക്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അങ്ങനെ എടുത്ത് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുള്ളത് PDP ആണ്. PDP അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിന്റെ ISS രൂപീകരിച്ചത്. ISS നിരോധിച്ചതിന് ശേഷം അദ്ദേഹം PDP രൂപീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും PDP ആണ്. SDPയെ സംബന്ധിച്ചിടത്തോളം SDPയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ട വിവിധ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം തന്നെ നേതൃത്വ സ്ഥാനത്ത് പേരിന് ആളുകളെ കൊണ്ടുവെക്കുമ്പോൾ SDP കുറച്ചും കൂടെ വൈഡായിട്ട് അവരുടെ നേതൃത്വ ഘടനകളിലാണെങ്കിലും സംസ്ഥാന കമ്മിറ്റികളിലാണെങ്കിലും നാഷണൽ കമ്മിറ്റികളിലാണെങ്കിലും ഒക്കെ അവർ കുറച്ചും കൂടി മറ്റുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും മറ്റുള്ള ഒരു തീരുമാനങ്ങൾക്കും മുൻഗണന കൊടുക്കുന്നതാണ്. രണ്ടാമതെന്ന് പറയുന്നത് PDPയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടെ അബ്ദുൽ നാസർ മദനിയുടെ തീരുമാനത്തിനാണ് അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇപ്പുറത്തെ SDP നമ്മളത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ SDPIയുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി താഴെ തട്ടിലുള്ള ആളുകളെ പരിഗണിക്കുകയും അത് ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും ചർച്ച ചെയ്ത് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തിനാണ് ഇപ്പുറത്ത് പ്രാധാന്യം, അതായത് ഒരു ജനാധിപത്യ രീതിക്കാണ് ഇപ്പുറത്ത് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമി നോക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മുസ്ലിം മൈൻഡിലേക്ക് മാത്രം അവർ ഫോക്കസ് ചെയ്യുന്നു. അവരുടേതായിട്ടുള്ള ആളുകളെ അവർ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ വെൽഫെയർ പാർട്ടി ഇപ്പുറത്തെടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരോടും കുറച്ചും കൂടി മിങ്കിളാവുക, ഏതെങ്കിലും മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാവുക, രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളൊരു മൈൻഡാണ്. മാതൃസംഘടനയുടെ തീരുമാനങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് INL മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്നു പോയതാണ്. അഹമ്മദ് ദേവർഗോവിലാണ് മന്ത്രിയായിട്ടുള്ളത്. അപ്പം അദ്ദേഹം INL അതിനുശേഷം പിന്നീട് രണ്ടായിട്ട് പിന്നീടും പിളർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിളർച്ച മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈഡായിട്ടുള്ള ലീഡർഷിപ്പും അതിനോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇത് ഇവിടെ ആരെയൊക്കെയോ ഞങ്ങളിപ്പോഴും ഭയപ്പാടിലാണ് ജീവിക്കുന്നത്, ഞങ്ങളിപ്പോഴും പ്രശ്നത്തിലാണെന്നുള്ളത് ഒരു ചിന്ത വല്ലാണ്ട് അലട്ടുന്നുണ്ട്. മുസ്ലിം ന്യൂനപക്ഷം കേരളത്തിലല്ല ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്നൊരു മൈൻഡ് ആരെങ്കിലും സെറ്റ് ചെയ്യുന്നതാണോ? അല്ല, മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു ബഹുസ്വര സമൂഹമാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഉണ്ട്. മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കപ്പെടുന്ന, അതായത് ലിഖിതമായിട്ട് RSS എഴുതി വെച്ചിട്ടുള്ള ശത്രു പട്ടികയിലുള്ള ആളുകളിൽപ്പെട്ട ആളാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒന്നാമത്തേത് വിചാരധാരയിലെ ശത്രു എന്ന് പറയുന്നത് ഒന്നാമത്തെ മുസ്ലിമാണ്, രണ്ടാമത്തത് ക്രിസ്ത്യനാണ്, മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകളാണ്. കോർണറൈസ് ചെയ്യപ്പെട്ട് ആക്രമിക്കപ്പെടുന്ന മുസ്ലിം വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സംഘടനകൾ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇവർ പറയുന്ന ഇപ്പോൾ ഞങ്ങളെപ്പോഴും അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പറയുമ്പോഴും ഈ അരക്ഷിതാവസ്ഥകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിന് ഇതുവരെയും ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു മുത്തലാഖ് നിയമം. ആ മുത്തലാഖ് നിയമത്തെക്കുറിച്ച് ഇവിടെ പാർലമെന്റിൽ ചർച്ച നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഒക്കെ ഒന്നാകെ വല്ലാതെ പ്രതീക്ഷ വെച്ചു പാർലമെന്റിൽ പോകും, കുഞ്ഞാലിക്കുട്ടി അതിനെ പോയിട്ട് എതിർക്കും. ഒരു മെജോറിറ്റി ആ തീരുമാനത്തെ ഇപ്പുറത്ത് BJP അംഗീകരിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും വിയോജിപ്പുകളെ രേഖപ്പെടുത്താനും കിട്ടുന്ന ഒരു അവസരമാണല്ലോ. അദ്ദേഹം അവിടെ പോയില്ല. പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹം പോയില്ല. എന്നിട്ട് ഞങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. ഈ അരക്ഷിതാവസ്ഥകളെ മുതലെടുക്കുന്ന നിലയിലേക്ക് മാറുന്നതിനപ്പുറത്തേക്ക് അരക്ഷിതാവസ്ഥകളെ കുറിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് സംഘടനകളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്നാണ് ശരിക്കും ഈ ചിന്തകളുടെ തുടക്കം. അതായത് ഒരു ചോദ്യം ഉണ്ടാകും, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാതെ
ആ ചോദ്യത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോകുന്ന ഒരു നിലയിലേക്ക് പല രീതിയിലേക്ക് പല ഭാവമായിട്ട് പല രീതിയിലേക്ക് ആ ചിന്തകൾ മാറുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്താണെങ്കിലും മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംഘടനകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്കിടയിൽ ജാതി വ്യവസ്ഥകളില്ല എന്നുള്ളതാണ്. ഞാൻ മറ്റ് സംഘടനകളുമായിട്ട് നോക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ വിട്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ചോദിക്കും, നീ സമസ്തയുടെ ഭാഗമല്ലേ? ഞാൻ സമസ്തയുടെ ഭാഗമല്ല, ഞാൻ അതുപോലെ തന്നെ മറ്റേ ജമാഅത്തോ മുജാഹിദോ ഒന്നുമില്ല. ഞാൻ എല്ലാവരിലെയും നല്ലതിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ നല്ലതിനെ എടുത്ത് അതിൻ്റെ ഡീമെറിറ്റുകളെ മാറ്റി വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ബേസ് ആണെങ്കിലും നമുക്കത് രാഷ്ട്രീയത്തിലാണല്ലോ അങ്ങനെയാണല്ലോ, നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അന്ധമായിട്ട് എന്ന് വാദിക്കപ്പെടുന്നു അന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.